നല്ലൊരു സുപ്രഭാതം നേരുന്നു. സൗണ്ട് ക്ലിയർ ആണല്ലോ സാറേ? ക്ലിയർ ആണ്. ഗുഡ് മോർണിംഗ് വൺസ് മോർ. ഇന്നത്തെ ഹൈഫ്ലൈസ് മീറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് വീണ്ടും ഒരു MC ആവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് റഹീം. സ്ഥലം തിരൂരിനടുത്ത് വാക്കാടാണ്. ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് അൽഹംദുലില്ലാ പഠിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന നമ്മുടെ സക്സസ് ബെറിയുടെ ഫൗണ്ടറായിട്ടുള്ള മനോജ് സാറിനും ലതാ മേഡത്തിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള STC ലീഡർ ബിജു സാർ, ശശിയേട്ടൻ, ഹരിത ജോജി, അതുപോലെ എന്നെ ഈ ബിസിനസ് എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സരസൻ, പിന്നെ എൻ്റെ ഡൗൺലൈൻസ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. സ്പെഷ്യലി അൽതാഫ് സാറിന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം ഒരു 20-25 വർഷത്തോളമായിട്ട് പ്രവാസിയായിരുന്നു. ഇപ്പോ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹൈഫ്ലൈസ് മീറ്റ്, റീഗ്നേറ്റീവ്, അതുപോലുള്ള ഓരോ പ്രോഗ്രാമുകളും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ബെറി ഡേ പ്രോഗ്രാം നമുക്കെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബെറി ഡേ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും ഞാനും എൻ്റെ ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം അടുത്ത ബെറി ഡേയിൽ STC ആയിട്ട് തന്നെ ബെറി ഡേയിൽ അവിടെ സ്റ്റേജിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള വർക്കാണ് ഞാനും എൻ്റെ ടീമും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ അപ്ലൈനും കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ STCയുമായിട്ടുള്ള ഒരു ലീഡറുടെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ MC ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പല മേഖലകളിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഏകദേശം ഒരു 13 വർഷത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകനായും പല മേഖലകളിലും മാനേജറായും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാന നാളുകളിൽ ഒരു അർദ്ധ സർക്കാർ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ, ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അദ്ദേഹം പ്രിൻസിപ്പൽ ജോലി വരെ രാജിവെച്ച് ഫുൾ ടൈം കരിയറായി നമ്മുടെ ബിസിനസ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ പല മേഖലകളിലും എക്സ്പീരിയൻസ് തെളിയിച്ചവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ STC ലീഡർ ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് തന്നെ നമ്മുടെ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പല എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. കൂടുതലായി ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി ഈ സ്പോട്ട് ലൈറ്റിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ഇർഷാദ് മാസ്റ്റർ കൂട്ടായി. ഓക്കെ, താങ്ക് യു സാറേ. സോനു സാറെ വോയിസ് കേൾക്കാലോ അല്ലേ? കേൾക്കാം സാറേ. ഓക്കെ, താങ്ക് യു. Okay, once again, very lovely and excited good morning to the leaders of Success Berry Global. വളരെ സന്തോഷമുണ്ട്. ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രഭാതത്തിലെ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിന്റെ പേരിലെങ്കിലും ഒരു അവസരം നൽകിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ തന്നെ ഏറ്റവും മികച്ച ഓർഗനൈസേഷൻ ആയിട്ടുള്ള സക്സസ് ബെറി ഗ്ലോബലിനും അതിന്റെ സിസ്റ്റത്തോടും നമ്മുടെ ലെജൻഡറി പേഴ്സണാലിറ്റി ആയിട്ടുള്ള, നമ്മുടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, നമ്മുടെ മോട്ടിവേഷൻ ആയിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മിസ്റ്റർ മനോജ് കുമാർ ITCക്കും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഈ ഒരു STC റാങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ
എന്റെ റാങ്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള എന്റെ ടീം മെമ്പേഴ്സിനും എന്റെ എല്ലാ അപ്ലൈ ലീഡേഴ്സിനും ആദ്യമായിട്ട് ഇതോടൊപ്പം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഈ സൂം മീറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ MC വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പേര് ഇർഷാദ് എന്നാണ്, വീട് തിരൂരിനടുത്ത് കൂട്ടായിയാണ്. ഏതായാലും ഇന്ന് ഞാനടങ്ങുന്ന ഓർഗനൈസേഷനിൽ എന്റെ ടീമിൽ വളരെ പവർഫുൾ ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് മിസ്റ്റർ റഹീം വാക്കാട് ഇന്ന് MC ഹാൻഡിൽ ചെയ്തിട്ടുള്ള. ഒരുപക്ഷെ ഒരു ചെറിയ മൂല്യത്തിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ATC റാങ്ക് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സക്സസിന്റെ വലിയ പാത തന്നെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹം എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്നോട് ആവശ്യപ്പെടുകയാണ് ഒരു 10 ലീഡേഴ്സിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ധൈര്യപൂർവ്വം തന്നെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന 10 പേരുകളിൽ ഒന്ന് തന്നെയാണ് മിസ്റ്റർ റഹീം വാക്കാട്. ജീവിതത്തിൽ അദ്ദേഹത്തിന് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. പേര് ഇർഷാദ് എന്നാണ്, വീട് തിരൂരിനടുത്ത് കൂട്ടായിയാണ്. നിലവില് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഹത്തായ ഇൻഡസ്ട്രിയുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മുൻപ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. കാര്യമായ സക്സസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അന്ന് പ്ലാൻ കേട്ട സമയത്ത് ലീഡേഴ്സ് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ, ഇതുമായി അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ക്യാഷോ കാര്യങ്ങളോ വേണ്ട എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തില് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയുടെ ജോയിനിങ് ഫോമില്, നമ്മുടെ പ്രിയപ്പെട്ട കമ്പനിയുടെ ജോയിനിങ് ഫോമില് സൈൻ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷെ സൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം ഒരു 6 മാസക്കാലത്തോളം കാര്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനോ, അല്ലെങ്കിൽ ഡിറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വരാനിരിക്കുന്ന സ്കോപ്പുകളെ കുറിച്ച് പഠിക്കാനോ, ഇന്നത്തെ കാലഘട്ടത്തില് ഡിറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് എന്താണ് പ്രാധാന്യം എന്നതിനെ കുറിച്ച് പഠിക്കാനോ ഞാൻ തയ്യാറായില്ല. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ, എനിക്ക് പ്ലാൻ കേൾപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിന്റെ കോള് വരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ആ നമ്പർ ട്രൂ കോളറിൽ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തിട്ട് അവരുടെ DP ഒന്ന് പരിശോധിക്കും. എന്നിട്ട് ഈ പറയുന്ന എനിക്ക് പ്ലാൻ തന്ന ആളുകളാണ് ഈ നമ്പറിന്റെ ഉടമസ്ഥരെങ്കിൽ പിന്നീട് അവരുടെ നമ്പർ സേവ് ചെയ്തിട്ട് ആ കോള് പോലും എടുക്കാത്ത ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവരുടെ നമ്പർ പോലും ഞാൻ ആ പേരിന്റെ കൂടെ MLM എന്ന് എഴുതിയിട്ടാണ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷെ പിന്നീട് നമുക്കെല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കിയതുപോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന മഹാമാരി സാമ്പത്തികമായിട്ട് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയ സമയത്താണ് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. അന്ന് എന്റെ പ്രിയപ്പെട്ട, എന്റെ മെന്ററും എന്റെ ഇൻസ്പിറേഷനും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശശിയേട്ടന് വീട്ടിൽ വന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാനുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയും ഈ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഈ സമയത്ത് തന്നെയാണ് നിലവിലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, കാര്യമായിട്ടുള്ള ഒരു വരുമാനം ഇല്ലെങ്കിലും ഒരു അഡീഷണൽ വരുമാനം കിട്ടുന്നത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഒരു പാർട്ട് ടൈം ജോലി എന്നുള്ള നിലയിൽ ഈ ബിസിനസിനെ കാണാൻ തീരുമാനിച്ചത്. അങ്ങനെ വളരെ സക്സസ് ആയിട്ടുള്ള ആളുകളിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നല്ല ലിസ്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തു. അന്ന് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇറങ്ങി എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ആദ്യം പ്ലാൻ കൊടുത്ത ആള് തന്നെ, ഞാനും എന്റെ പ്രിയപ്പെട്ട ബിജുവേട്ടനും കൂടി ആദ്യമായിട്ട് പ്ലാൻ കൊടുത്ത ആള് തന്നെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനൊന്നും അവർ തയ്യാറായിരുന്നില്ല. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, ഞാന് ബിജുവേട്ടനും ശശിയേട്ടനും ഒക്കെ ബിസിനസ്സിലേക്ക് ആ സമയത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ലോക്ക്ഡൌൺ പോലെയുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ മാസ്ക് വിൽക്കുന്നവർക്കും അതേപോലെ തന്നെ സാനിറ്റൈസർ പോലെയുള്ള ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിൽക്കാൻ കഴിയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാനും പ്രിയപ്പെട്ട ബിജുവേട്ടനായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തുടക്കത്തിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാല്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്തും എന്റെ ലീഡേഴ്സ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അതാണ്. നമ്മൾ ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു 3 മാസങ്ങൾക്ക് ശേഷം കാര്യമായിട്ടുള്ള അബുല്ലൈസിനെ പോലെയുള്ള, കരീം കെ പോലെയുള്ള, സഫിയ ബീവി, കാസിം കെ പോലെയുള്ള ഒത്തിരി ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേ സമയത്ത് തന്നെ അവർ വലിയ വലിയ ക്ലോസിങ്ങുകളൊക്കെ നടത്തി എന്റെ ലീഡേഴ്സിന്റെ ശക്തമായ
ശക്തമായിട്ടുള്ള സപ്പോർട്ട്, അൽതാഫ് ജിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ ശക്തമായിട്ടുള്ള സപ്പോർട്ടോട് കൂടി തന്നെ, അതേ സമയത്ത് മനോജ് സാറും ഇവിടെ വന്നിരുന്നു, അങ്ങനെയുള്ള ലീഡേഴ്സിന്റെ ശക്തമായ സപ്പോർട്ടോട് കൂടി തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു തുടങ്ങി. ഇതേ സമയത്ത് തന്നെയാണ് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിട്ട് രണ്ടാമത്തെ ലോക്ക്ഡൌണിലേക്ക് കടക്കുന്നത്. രണ്ടാമത്തെ ലോക്ക്ഡൌണിലേക്കാണ് യഥാർത്ഥത്തിൽ, ഒന്നാമത്തെ ലോക്ക്ഡൌണിൽ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാമത്തെ ലോക്ക്ഡൌണിൽ ഞാനൊക്കെ ഹാപ്പി ആയിരുന്നു. കാരണം എന്റെ ടീമിൽ ജോജി കൃഷ്ണനും അതേപോലെ തന്നെ ഹരിത, സരസ് ജാക്ഷൻ ഇങ്ങനെയുള്ള ആളുകൾ, ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ്, റീറ്റെയിൽ ചെയ്യാൻ കഴിവുള്ള ലീഡേഴ്സ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തത് ആ സമയത്താണ്. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ സുരേഷ് സാറിന്റെ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്റെ ടീമിലുള്ള ആളുകൾക്ക് കിട്ടിയിരുന്നു. ആ ഒരു പ്രോഗ്രാമിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് റീറ്റെയിൽ ചെയ്യാൻ കഴിവുള്ള ആളുകളൊക്കെ കൊറോണയുടെ സമയത്ത് വളരെ മനോഹരമായിട്ട് തന്നെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അത് മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നതിനപ്പുറത്ത് അന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിരുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രോഡക്ട്സ് അല്ലെ കഴിക്കണം, അല്ലെങ്കിൽ ശബനപ്രാശം പോലെയുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അതേ ഒരു സാധനം നമുക്കുണ്ട്, നമ്മുടെ കവചപ്രാശം ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അത് വിൽക്കാൻ ടീമിലുള്ള ആളുകളൊക്കെ തയ്യാറായിരുന്നു, സരസ് ജാക്ഷൻ പോലെയുള്ള ആളുകളൊക്കെ അന്ന് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് യഥാർത്ഥത്തിൽ നല്ല ഇൻകം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതേ സമയത്ത് രണ്ടാമത്തെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞപ്പോ നിലവിലുള്ള ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ടാണ് ഞാൻ മൈ ലൈഫിനെ കണ്ടിരുന്നത്, നമ്മുടെ ബിസിനസിനെ കണ്ടിരുന്നത്. ഇതേ സമയത്ത് തന്നെ ഒരു സെമി ഗവൺമെന്റ് കോളേജിലേക്ക് പ്രിൻസിപ്പൽ ആയിട്ട് ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോ അതൊരിക്കലും ഞാൻ തിരസ്കരിച്ചില്ല. ജോലി ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ജോലിയിലേക്ക് തന്നെ കമ്മിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് തന്നെ തിരിഞ്ഞു. പക്ഷെ ആ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും രാവിലെ 7:30 കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ വൈകുന്നേരം 5:30 കോളേജിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. അതിനുശേഷം ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ടീമിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ടീമിന്റെ കൂടെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, നിലവിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ ആ ജോലി കൊണ്ടൊരിക്കലും സാധിക്കില്ല. നിലവിലൊരു സെമി ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ പോസ്റ്റിൽ ഇരിക്കുന്നു എന്ന് മാത്രം നമ്മൾ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അന്നാന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ നമ്മളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്റെ ഫാമിലി, ഒരുപക്ഷെ ഞാനെന്ന് പറയുന്ന വ്യക്തി അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള സുപ്രഭാതത്തില് എന്റെ ഫാമിലിക്കാരി എന്നുള്ള ഒരു ചിന്ത വന്നു. ഇതിൽ നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതാണ്, ഈ കഴിഞ്ഞ 2023 ഡിസംബർ 5, 6 തീയതികളില് എറണാകുളത്ത് വെച്ച് സക്സസ്ഫുറി ഗ്ലോബലിന്റെ ഫൗണ്ടർ മിസ്റ്റർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയുടെ ഒരുപക്ഷെ ആ പ്രോഗ്രാമിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇതിൽ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ ശക്തമായ തീരുമാനമെടുക്കാൻ കാരണമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാരണമുണ്ട് എന്റെ അപ്ലൈ ലീഡേഴ്സിന് മിസ്റ്റർ ബിജു പരപ്പനങ്ങാടി, അതേപോലെ തന്നെ എന്റെ മെന്റർ ശശിയേട്ടന്റെ ഒക്കെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ആ പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്നത്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒത്തിരി സ്ലൈഡുകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും നമ്മൾ ജീവിച്ചു തീർത്തു. എന്നിട്ട് പോക്കറ്റിൽ എന്തുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഇനി വരാനിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസങ്ങൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എത്ര കഠിനമായിട്ട് ചെയ്തു കഴിഞ്ഞാലും, എത്ര ഓവർ ടൈം എടുത്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് 100% വിശ്വസിക്കുകയും അന്ന് അതേ പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ ദിവസം രാത്രി എന്റെ അപ്ലൈ ലീഡേഴ്സുമായിട്ട് ഞാനൊരു കൗൺസിലിംഗ് നടത്തുകയും അന്ന് അവര് പറഞ്ഞത് പ്രകാരം, കാരണം എന്റെ അപ്ലൈ ലീഡേഴ്സ് മുമ്പേ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ജോലി റിസൈൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ പിന്നീട് അവര് പറഞ്ഞതിന്റെ കാരണം തിരിച്ചറിയുകയും രണ്ടാമത്തെ ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദിവസം അന്ന് കോളേജിൽ ചെല്ലുകയും ജോലി റിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി പറയുന്നത് ആ ഒരു 4-5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജോലി ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് ഫുൾ ടൈം കരിയർ എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളൊരു ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരുപക്ഷെ ഓരോ ദിവസവും നമുക്കിങ്ങനെ തള്ളി നീക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് കാര്യമായിട്ട് നമുക്കതിനെ നേരിടാൻ, അത് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ അതെല്ലാം നമ്മളൊരു ഫുൾ ടൈം കരിയർ ആയിട്ട് നമ്മുടെ മൈ ലൈഫിനെ കാണുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്റെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ അറിയാത്ത ഒരു പക്ഷെ ഞാൻ പ്രയാസങ്ങൾ നേരിട്ടിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, നിലവിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് ലോണുകൾ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം എന്ന് ഈ ബിസിനസ്സിനെ കണ്ടപ്പോൾ ആ ഒരു അഡീഷണൽ ഇൻകത്തിലൂടെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അത് ഓവർകം ചെയ്യാൻ, അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും ഇതേപോലെയുള്ള സെഷനുകള്, ട്രെയിനിങ്ങുകള്, ഒരു സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യുക, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉള്ളിൽ സക്സസ്ബറി ഗ്ലോബല് അറിഞ്ഞു എന്നുള്ളത് ഞാനൊന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ DTC ആയ സമയത്ത് തന്നെ എൻ്റെ ടീമിൽ എൻ്റെ അപ്ലൈൻ ലീഡർ, എൻ്റെ പ്രിയപ്പെട്ട ബിജു സാറും അതുപോലെ തന്നെ ശശിയേട്ടനും അൽതാബ്ജിയൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. കോട്ടക്കല് ഒരു പ്രോഗ്രാമില് നിങ്ങൾ മാസ്റ്റർ ഓഫ് സെറിമണി ആയിട്ട് കയറണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നിയത് ആ സമയത്താണ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് നടന്നൊരു പ്രോഗ്രാം, ഒരു ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാമില് ഏകദേശം 2000-ഓളം ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമിലും ഒരു മാസ്റ്റർ ഓഫ് സെറിമണി ആയിട്ട് നിങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് അതേ സമയത്താണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇതിന്റെ പേരിൽ നന്ദി പറയുന്നത് സക്സസ്ബറി ഗ്ലോബൽ എന്ന സിസ്റ്റത്തോടാണ്, അതിന്റെ ഫൗണ്ടർ മിസ്റ്റർ മനോജ് കുമാർ സാറിനോട് കൂടി തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട ഈ പ്രോഗ്രാം കേൾക്കുന്ന ഒരു പക്ഷെ എന്റെ മുമ്പിലുള്ള എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് നിങ്ങളുടെ അപ്ലൈൻ ആണ്. രണ്ടാമത്തത് നിങ്ങൾ മാക്സിമം പ്രോഗ്രാമിലെ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിൽ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ സക്സസിലേക്ക് ഞാൻ ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, അപ്ലൈൻ എന്ന് പറയുന്നത്. അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലൈൻ ആണ്. നമ്മുടെ ജീവിതത്തില് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ സക്സസ് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ യഥാർത്ഥ അപ്ലൈൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാകുമ്പോൾ സ്നേഹം കൊണ്ട് നമ്മൾ ചീത്ത പറയുന്ന, സ്നേഹം കൊണ്ട് നമ്മൾ ശിക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നമ്മൾ പറയുന്നത് എന്തും കേൾക്കാൻ തയ്യാറാവുന്ന ആള് തന്നെയാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന മുൻപ് ഈ ബിസിനസ് കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ അപ്ലൈന്. അത് മാത്രമല്ല, നമ്മളെക്കാൾ മുമ്പ്, കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്ത ആളായതുകൊണ്ട് നമ്മളെക്കാൾ മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഈ ബിസിനസ്സിനെ അവർ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ വിദ്യാഭ്യാസം നല്ല യോഗ്യതകളുള്ള ആളുകളായിരിക്കാം, നല്ല ക്വാളിറ്റി ഉള്ള ആളായിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാവാം. പക്ഷെ നമ്മുടെ അപ്ലൈൻ അതാവണമെന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നമ്മളെക്കാൾ മുമ്പ് ഈ ബിസിനസ് കണ്ട ആളാണ് നമ്മുടെ അപ്ലൈന്. എപ്പോഴും നമ്മൾ 100% നമ്മുടെ അപ്ലൈൻ നമ്മൾ അപ്ലൈനിൽ എന്ത് ചെയ്തിരിക്കണം? സമർപ്പിച്ചിരിക്കണം. എന്ത് കാര്യമാണെങ്കിലും, അത് വിഷമം വരുന്ന സമയത്താണെങ്കിലും സന്തോഷം വരുന്ന സമയത്താണെങ്കിലും അപ്ലൈന് നമ്മൾ സമർപ്പിക്കുക. എന്റെ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എന്റെ അപ്ലൈൻ ലീഡേഴ്സ് എന്ന നിരയോട് തന്നെയാണ്. മിസ്റ്റർ ബിജു പരപ്പനങ്ങാടി, ശശി ഏട്ടന്, അൽതാബ്ജി, റഫീഖ് തിരൂര്, സുരേഷ് ഏട്ടൻ, ശംസുദ്ദീൻ, അതിനെല്ലാം അപ്പുറത്ത് സക്സസ്ബറിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ മനോജ് കുമാർ SBG, അദ്ദേഹത്തോടു കൂടി ഞാൻ ഈ സമയത്ത് ഒരിക്കൽ കൂടി ഞാൻ എന്റെ അപ്ലൈൻ ലീഡേഴ്സിനെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് ഉള്ളത് കൊണ്ടും ആ ഒരു തീരുമാനമുള്ളത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ സക്സസ് ആകാൻ കഴിയുന്നത്, എനിക്കും സക്സസ് ആയ പാതയിലേക്ക് വരാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമ്മുടെ അപ്ലൈനിൽ സമർപ്പിക്കുക. നമ്മുടെ മാക്സിമം പ്രോഗ്രാമുകൾ, നമ്മൾ മാക്സിമം കാര്യങ്ങൾ അപ്ലൈനെ കൊണ്ട് നമ്മൾ സഹായം ചോദിച്ച് ചെയ്യുക. അല്ല, നമ്മുടെ സക്സസ് ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് നമ്മൾ അപ്ലൈനെ ഒരിക്കലും മാറ്റി വയ്ക്കുക. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ഒരു അപ്ലൈനെ കിട്ടുകയാണെങ്കിൽ, ഒരു ശരിയായിട്ടുള്ള അപ്ലൈനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലൈൻ ആണ്. അപ്ലൈൻ നമ്മൾ 100% കമ്മിറ്റഡ് ആവുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് എന്നോട് കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. പഠിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അതിപ്പോ ഒരു ഡോക്ടർ ആവട്ടെ, ഒരു എഞ്ചിനീയർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവട്ടെ, ഒരു അധ്യാപകനാവട്ടെ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്ക് ആ ഫീൽഡിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും. ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും, എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കുള്ളിലുള്ള ഓർഗനൈസേഷനുകളും ടീമുകളൊക്കെ ഇതേപോലെയുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. ഞാനന്ന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ റീഇഗ്നൈറ്റ് പോലെയുള്ള ഹൈഫ്ലൈ മീറ്റ് പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല ട്രെയിനിങ്ങുകൾ നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, ഞാനും നമ്മൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റർ ആയിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ നിലവിലുള്ള പ്രൊഫൈലുകളും ക്വാളിഫിക്കേഷനുകളും വിദ്യാഭ്യാസ യോഗ്യതകളും എല്ലാം നമ്മൾ മാറ്റിവെക്കുക. ആ യോഗ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നല്ല ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിദ്യാർത്ഥിയായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക. അങ്ങനെ മാറാൻ തയ്യാറാണ് എങ്കിൽ സക്സസ് വിൽ ബി ഗ്യാരണ്ടീഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ മനോജ് സാർ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, അൺലേൺ ആൻഡ് റീലേൺ. നമ്മൾ മുൻപ് പഠിച്ചതൊക്കെ നമ്മൾ മാറ്റി വെക്കുക, എന്നിട്ട് പുതിയതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്ററായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സക്സസ് ബറി ഗ്ലോബലിലൂടെ നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായി നിങ്ങൾ, നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള വിദ്യാഭ്യാസമാണ്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരു യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള വിദ്യാഭ്യാസമാണ്. നിങ്ങൾ നോക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ, നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ പലരും സക്സസ് അല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർ ഒരിക്കലും പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ ആളുകളും ഇന്ന് സക്സസിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ മിസ്റ്റർ അപ്ലൈൻ ലീഡേഴ്സ് ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സക്സസ് ഉള്ളത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, വിദ്യാഭ്യാസം നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ക്യാഷ് എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിലെ പണം എന്ന് പറയുന്നത് അതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. അതിനേക്കാളും വലുത് തന്നെയാണ് നമ്മുടെ ക്വാളിറ്റിയിൽ, നമ്മുടെ ക്യാരക്ടറിലൊക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒന്ന് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ നമ്മൾ മാക്സിമം ഫോളോ ചെയ്യുക, അവരുടെ മുമ്പിൽ നമ്മൾ 100% ഡെഡിക്കേറ്റഡ് ആവുക. രണ്ടാമത്തത് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഗ്രാമുകളാണ്. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, നമ്മുടെ മനോജ് സാർ ആണെങ്കിലും മുബീൻ സാർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അൽതാഫ് സാർ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും എടുത്തു പറയുന്ന ഒരു സാധനമാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പലപ്പോഴും നമ്മൾ 1 to 1 ആയിട്ട് നമ്മൾ ആളുകൾക്ക് പ്ലാൻ കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോളോ അപ്പിന് ചെല്ലുന്ന സമയത്ത് നമ്മളെയും നമ്മുടെ 1-2 അപ്ലൈ ലീഡേഴ്സിനെ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. ഇതേ സമയത്ത് അദ്ദേഹം ജോയിൻ ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ ബിസിനസ് ഒരു സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുമോ, ഇത്രയും വലിയൊരു കമ്പനി ഉണ്ടോ, ഇങ്ങനെ ഒരു ബിസിനസ് തന്നെ ഉണ്ടോ, ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഇത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് സാധിക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ചോദ്യത്തിന് നമ്മൾ ചിലപ്പോൾ ഉത്തരം കൊടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടും. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് 100-ലധികം അല്ലെങ്കിൽ 200-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് നടക്കുന്ന GTS പ്രോഗ്രാം, കോട്ടക്കല് സക്സസ് ബറി നടത്തുന്ന പ്രോഗ്രാമുകൾ അല്ലെ, ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ആളുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ നേരത്തെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം.
കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകള് ഒരുപാട് മനോഹരമായിട്ടുള്ള തരത്തിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സക്സസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരു പരിചയമില്ലെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കുന്ന ആളുകൾ അല്ലെ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാനൊക്കെ ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് സക്സസ്ഫുള്ളി ഗ്ലോബലിലൂടെ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ GTS പ്രോഗ്രാമിലാവട്ടെ, പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ആളുകള് നമ്മളെ നോക്കി ചിരിക്കുന്നത്, നമ്മളോട് പരിചയപ്പെടുന്നതും നമ്മളിലൊരു വിശ്വാസം കാണിക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് നമ്മളെയും ആകർഷിച്ചത്. അപ്പോ നിങ്ങൾ വിജയിച്ച ഒരാൾ, ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ മേഖലയിൽ വിജയിച്ച ഒരാളോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ശക്തമായ തീരുമാനമെടുത്തത് എവിടെയാണ്, എവിടെ വെച്ചാണെന്നുള്ളത്. അദ്ദേഹം പറയും ഒരു പ്രോഗ്രാമാണ് അല്ലെ. ഇന്ന് സക്സസ്ഫുറി ഗ്ലോബലിന്റെ ഫൗണ്ടർ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറോട് ചോദിക്കുകയാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് കോഴിക്കോട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ശക്തമായ ഒരു തീരുമാനമെടുത്തതെന്ന്. നമ്മുടെ അൽതാഫ് സാറോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ഒരു ശക്തമായ തീരുമാനമെടുത്തത്. ഞാനും നിങ്ങളോട് ഉറപ്പിച്ചു പറയും, ഞാനും ഒരു ശക്തമായ തീരുമാനമെടുത്ത് ബിസിനസ്സിലേക്ക് വന്നത് ഒരു പ്രോഗ്രാമിൽ തന്നെയാണ്. എറണാകുളത്ത് വെച്ചിട്ടുള്ള TC Above കോൺക്ലേവിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനും ശക്തമായ ഒരു തീരുമാനമെടുത്ത് ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ആളുകളെ നമ്മൾ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി അല്ലെ, നമ്മൾ കൊണ്ടുപോകുന്ന വ്യക്തി ചിലപ്പോൾ ആരായിരിക്കും, ഒരു എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാം, ആര് തന്നെയാണെങ്കിലും അന്ന് ആ പ്രോഗ്രാമില് ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾ ചെന്നിട്ട് ഒരു ബിസിനസിന്റെ പ്ലാന് പ്രസന്റ് ചെയ്യുന്നു, മനോഹരമായിട്ട് ഒരാൾ MC ഹാൻഡിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ ആളുകള്, സക്സസ് ആയ ആളുകള് അവരുടെ എക്സ്പീരിയൻസ് വേദിയിൽ കയറിയിട്ട് പറയുന്നതൊക്കെ ഈ വ്യക്തിക്ക് കാണാൻ സാധിക്കും. ഇതേ സമയത്ത് ഇദ്ദേഹം തന്നെ ഒരു തീരുമാനമെടുക്കും, ഇവർക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്കും ഇത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, പ്രോഗ്രാമിലേക്ക് മാക്സിമം നമ്മൾ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. ഏതായാലും ഈ ബിസിനസ്, ഈ ഒരു പ്രോഗ്രാമില് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങള് അത് തന്നെയാണ്. ഒന്ന്, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാല് അപ്ലൈന് നമ്മൾ 100% കമ്മിറ്റഡ് ആവുക. രണ്ടാമത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു സാധനമായതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിക്കാൻ തയ്യാറാവുക. ഞാൻ പറയുന്നത് എന്നോട് കൂടിയാണ് കേട്ടോ. മൂന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രോഗ്രാമുകളിലേക്ക് ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ കാര്യമായിട്ടുള്ള ശ്രദ്ധ വരുത്തുകയാണെങ്കിൽ സക്സസ് വിൽ ബി ഗ്യാരണ്ടീഡ്. നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓപ്പൺലി ഞാൻ പറയുകയാണ്, ഈ വരാനിരിക്കുന്ന ബെറി ഡേ പ്രോഗ്രാം അല്ലെ, നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന നമ്മുടെ സക്സസ്ഫുള്ളി അല്ലെ ഓർഗനൈസ് ചെയ്യുന്ന ബെറി ഡേ പ്രോഗ്രാമിലേക്ക് എന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഒരു റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. അതിനെല്ലാം ഉപരി എന്റെ ടീമിൽ നിന്ന് എന്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്, അവരെ കൂടി ഇതേപോലെയുള്ള റാങ്കുകളിലേക്ക് ഒരു 4-ലധികം STCകളുമായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് പങ്കെടുത്തിരിക്കും. അതോടൊപ്പം തന്നെ ഒരു 4-വീലർ കാറുമായിട്ട്, ഒരു വാഹനവുമായിട്ട് ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമിൽ ഒരു അച്ചീവ്മെന്റ് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. അങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ എഫേർട്ട് എടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ വരാനിരിക്കുന്ന മലപ്പുറം പ്രോഗ്രാം നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. കാരണം നമ്മുടെ GTS ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ GTS നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഏകദേശം ആളുകൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് മലപ്പുറത്ത് നമ്മൾ കാണുന്നത്. കാരണം ആളുകൾ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ അവരെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സക്സസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം മലപ്പുറത്ത് നടക്കുന്ന പ്രോഗ്രാമില്, GTS പ്രോഗ്രാമില് ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യിക്കുക. കഴിയുമെങ്കിൽ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. ഒരാളെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ആളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആകുന്നതിലേക്ക് നല്ലൊരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് എടുത്തു പറയുന്നു, കൂടെ നമുക്ക് എല്ലാവർക്കും ഡ്രീം ഉണ്ടാകണം. ഡ്രീം ആയിരിക്കണം നമ്മളെ കൊണ്ട്, നമ്മുടെ സ്വപ്നങ്ങളായിരിക്കണം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന നമ്മുടെ മേലാധികാരി എന്ന് നമ്മൾ തിരിച്ചറിയുക. നല്ല നല്ല ഡ്രീം ഉണ്ടെങ്കിൽ, നല്ല നല്ല ഡ്രീം എന്നുള്ളതിന്റെ യഥാർത്ഥ കാരണം നമ്മുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്.
അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ ഫോളോ ചെയ്യുക, വിശ്വസിക്കുക, നിങ്ങളുടെ മെന്ററെ നിങ്ങൾ വിശ്വസിക്കുക, അതേപോലെ തന്നെ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക, അതോടൊപ്പം തന്നെ പ്രോഗ്രാമിലേക്ക് ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങളിൽ ഞാനും ശ്രദ്ധിക്കണമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും എന്നെ ശ്രദ്ധിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നാളെയുടെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. എന്റെ ടീമിന്റെ അച്ചീവ്മെന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ബെറി ഡേ പ്രോഗ്രാമില് തീർച്ചയായിട്ടും നല്ല നല്ല അച്ചീവ്മെന്റുകളുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ടീമിൽ നിന്നും എന്നെ പോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ സ്വപ്നങ്ങളുള്ള ആളുകളാണ് എന്റെ ടീമിലുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ടീമിലും എന്നേക്കാളും വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ അച്ചീവ്മെന്റുകളുമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഒരു 4-ലധികം ബസ്സുകളിലായിട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അവിടെ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടെ നിന്ന എന്റെ എല്ലാ അപ്ലൈ ലീഡേഴ്സിനും ഞാൻ ഈ ഒരു സമയത്ത് നന്ദി അറിയിക്കുകയാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട, എന്റെ സ്നേഹമായിട്ടുള്ള, നമ്മുടെയൊക്കെ ലെജൻഡറി പേഴ്സണാലിറ്റി ആയിട്ടുള്ള, നമ്മുടെയൊക്കെ വിഷണറി ആയിട്ടുള്ള, നമ്മുടെയൊക്കെ ജീനിയസ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, ഇന്ന് സക്സസ്ബറി ഗ്ലോബലിന് ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് ലീഡേഴ്സ് കിട്ടാൻ കൊതിക്കുന്ന വൺ ഓഫ് ദ ലെജൻഡറി പേഴ്സണാലിറ്റി മിസ്റ്റർ മനോജ് കുമാർ SBGക്ക് ഈ ഒരു അവസരത്തിൽ ഹൃദ്യമായ നന്ദി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ട്രെയിനിങ് തന്നിട്ടുള്ള ലീഡേഴ്സിന്റെ ഇൻസ്പിറേഷൻ രൂപത്തില് ഒരുപക്ഷെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നിട്ടുള്ള, മോട്ടിവേഷൻ തന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട അപ്ലൈ ലീഡേഴ്സ് മിസ്റ്റർ ബിജു പണക്കാടി, ശശി ഏട്ടൻ, അതേപോലെ തന്നെ അൽതാഫ് ജി, മിസ്റ്റർ റഫീഖ് തിരൂര്, നമ്മുടെ CTC ലീഡർ പ്രിയപ്പെട്ട സുരേഷ് സാർ, അതോടൊപ്പം തന്നെ ഷംസുദ്ദീൻ യൂനസ്, ഇങ്ങനെയുള്ള എല്ലാ ലീഡേഴ്സിനും ഞാൻ ഹൃദ്യമായിട്ടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സിന് 1000 നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഈ സെഷനിൽ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ